നമസ്കാരം. എല്ലാവർക്കും രാവിലെ 8 മണിക്കുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. അങ്ങനെ ഇന്നലെ നമ്മുടെ മാർക്കറ്റിൽ ചോപ്പി ട്രേഡിംഗ് സെക്ഷനാണ് കാണുവാനായിട്ട് സാധിച്ചിരുന്നത്. നിഫ്റ്റിയുടെ എക്സ്പയറിയൊക്കെ വലിയൊരു വോൾട്ടാലിറ്റി ഇല്ലാതെ തന്നെ തീർന്നു. ബോർഡർ മാർക്കറ്റ്സിൽ മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലൊക്കെ സെല്ലിംഗ് പ്രഷർ കണ്ടു. ഇന്നലെ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ 934.62 കോടി രൂപയ്ക്ക് നമ്മുടെ മാർക്കറ്റിൽ ബൈ നടത്തുകയുണ്ടായി. ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 605.97 കോടി രൂപയ്ക്ക് ബൈ നടത്തുകയുണ്ടായി. നമുക്ക് ആദ്യം തന്നെ ഗ്ലോബൽ മാർക്കറ്റ് ഒന്ന് കണ്ടിട്ട് വരാം. ഇന്നലെ US മാർക്കറ്റ് അവധിയായിരുന്നു. സ്ലേവറി നിർത്തലാക്കിയതിന്റെ ദിനമായിട്ട് ആചരിക്കുന്ന ദിനമായിരുന്നു ഇന്നലെ. കുറേ ദിവസങ്ങൾക്ക് ശേഷം ഇപ്പോൾ ഡോ ജോൺസ് ഫ്യൂച്ചർ, അതായത് യുഎസിന്റെ ഫ്യൂച്ചർ 168 പോയിന്റുകളുടെ നേട്ടത്തോടു കൂടിയിട്ടാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് പ്രധാനമായിട്ടും കാരണമായ ഒരു കാര്യം, ഇന്നലെ മാർക്കറ്റിന് ഒരു പ്രതീക്ഷ അമേരിക്ക ഇസ്രായേലിന്റെ കൂടെ എത്രയും പെട്ടെന്ന് ജോയിന്റ് ആയിട്ട് ഇറാനെതിരെ അറ്റാക്ക് തുടങ്ങുമെന്നൊരു ഭീഷണി മാർക്കറ്റിൽ നിലനിൽക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഇന്നലെ ട്രംപിന്റെ പ്രസ് സെക്രട്ടറിയുടെ ഭാഗത്ത് പുതിയൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായി. 2 ആഴ്ച കൊണ്ട് വൈറ്റ് ഹൗസ് തീരുമാനം ഇറാനെതിരെയുള്ള അറ്റാക്കിന് എടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ടാണ് ഡോ ജോൺസ് ഫ്യൂച്ചർ നിലവില് പോസിറ്റീവായിട്ട് വ്യാപാരം തുടരുന്നത്. യൂറോപ്യൻ മാർക്കറ്റ്സിലേക്ക് വന്നു കഴിയുമ്പോൾ ഇന്നലെ ഒരു മാസത്തെ ഏറ്റവും ലോ ടച്ച് ചെയ്യുകയുണ്ടായി. FTSEയും CSEയും ഡാക്സ് 3 മാർക്കറ്റുകളും ഇന്നലെ നഷ്ടത്തോടു കൂടിയിട്ടാണ് വ്യാപാരം അവസാനിപ്പിക്കുകയുണ്ടായത്. നിഫ്റ്റിയുടെ നിലവിലെ ഇൻഡിക്കേഷൻ പ്രകാരം ഫ്ലാറ്റ് അല്ലെങ്കിൽ സ്ലൈറ്റ്ലി പോസിറ്റീവായ ഒരു ഓപ്പണിംഗ് ആണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുന്നത്. ഏഷ്യൻ മാർക്കറ്റ്സിലേക്ക് വന്നു കഴിയുമ്പോൾ നിലവിൽ ഓപ്പൺ ആയിരിക്കുന്ന ജപ്പാൻ മാർക്കറ്റും സിംഗപ്പൂർ മാർക്കറ്റും സൗത്ത് കൊറിയൻ മാർക്കറ്റൊക്കെ പോസിറ്റീവിലാണ് വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. തത്സമയം ചൈനീസ് മാർക്കറ്റ് സ്ലൈറ്റ്ലി നെഗറ്റീവിലാണ്. കൊമോഡിറ്റിയിലേക്ക് വന്നു കഴിയുമ്പോൾ ബ്രന്റ് ക്രൂഡ് ഇപ്പോൾ 77.34 US$ പെർ ബാരൽ എന്ന നിലയിൽ നേട്ടത്തോടു കൂടി വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഗോൾഡും ക്രൂഡ് ഓയിലും നിലവില് ഇടിവിലാണ് വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഇന്നത്തെ മാർക്കറ്റിലേക്ക് നമ്മൾ വന്നു കഴിയുമ്പോൾ പ്രത്യേകിച്ച് നിഫ്റ്റിയിലേക്ക് 24,700 എന്ന ലെവല് നിഫ്റ്റിയിൽ ഒരാഴ്ച ഏറെയായി ട്രേഡിംഗ് സെക്ഷനിൽ ക്ലോസിംഗ് ബേസിസിൽ നല്ലൊരു സപ്പോർട്ടായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നിലവിലെ നിഫ്റ്റി ക്ലോസ് ചെയ്ത് നിൽക്കുന്നത് 24,800 താഴെ ആയതുകൊണ്ട് തന്നെ 24,700 എന്ന ലെവല് ഇനി സപ്പോർട്ടായിട്ട് വർക്ക് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ ക്ലോസിംഗ് ബേസിസിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കുകയുമില്ല. 24,700 എന്ന ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 24,500, 24,450 എന്നീ ലെവലുകൾ നിഫ്റ്റിയിൽ ക്രൂഷ്യൽ സപ്പോർട്ടുകൾ എടുക്കാൻ ചാൻസ് ഉണ്ടെന്നാണ് അനലിസ്റ്റുകളുടെ അഭിപ്രായം. അതേസമയം 24,370 എന്ന ലെവൽ നിഫ്റ്റിക്ക് വളരെ ക്രൂഷ്യൽ ആയിരിക്കും സപ്പോർട്ട് സൈഡിലേക്ക്. 25,000 എന്ന ലെവല് നിഫ്റ്റിനെ സംബന്ധിച്ച് വലിയൊരു റെസിസ്റ്റൻസ് തന്നെയാണ് ഇപ്പോൾ ഫേസ് ചെയ്യുന്നത്. അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 25,200. നിഫ്റ്റിക്ക് ഇനി മുന്നോട്ട് കുതിക്കണമെങ്കിൽ 25,200 എന്ന ലെവല് ഡിസിസീവ് ആയിട്ട് തന്നെ മറികടന്ന് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. നിഫ്റ്റി ഇന്നലത്തെ വ്യാപാരത്തോട് കൂടിയിട്ട് അതിന്റെ ഷോർട്ട് ടൈം മൂവിംഗ് ആവറേജസിന്റെ താഴെയാണ് വ്യാപാരം അവസാനിപ്പിക്കുക ഉണ്ടായത്. നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ട്സിൽ ഡോജി കാൻഡിൽസ്റ്റിക് പാറ്റേൺ ആണ് അത് സൂചിപ്പിക്കുന്നത്. ബയേഴ്സിന്റെയും സെല്ലേഴ്സിന്റെയും ഇടയ്ക്ക് ഉള്ള ഇൻഡിസിഷനെയാണ്. അതായത് മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് ബയേഴ്സും സെല്ലേഴ്സും ബൈ ചെയ്യണോ സെല്ല് ചെയ്യണമോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ സ്റ്റേജിലാണ് നിഫ്റ്റി നിലവിലുള്ളത്. ഇനി നിഫ്റ്റിയുടെ ജൂൺ മാസത്തെ PCR നോക്കുമ്പോൾ ലാസ്റ്റ് വീക്കിലേക്ക് നമ്മൾ കടക്കുകയാണ്. 0.92 എന്ന നിലയിലാണ് നിലനിൽക്കുന്നത്. മാക്സ് പെയിൻ 24,800 എന്ന ലെവലിലും. മന്ത്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 25,000 എന്ന സ്ട്രൈക്കിൽ കോൾ സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാനായിട്ട് സാധിക്കുന്നു. 24,800 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് കാണുവാനായിട്ട് സാധിക്കുന്നത്. പുട്ട് സൈഡിലേക്ക് 24,000 എന്ന സ്ട്രൈക്കിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാനായിട്ട് സാധിക്കുന്നു. പുട്ട് റൈറ്റിംഗ് 24,800 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇന്ന് PCRും ഓപ്പൺ ഇൻട്രസ്റ്റ് ഒക്കെ നിഫ്റ്റിയിൽ മാറി മറിയാം. കാരണം ഇന്ന് നിഫ്റ്റിയിൽ
മന്ത്ലി എക്സ്പയറിലേക്ക് പുതിയ പൊസിഷൻസ് ഒക്കെ ഇന്നലത്തെ എക്സ്പയറിക്ക് ശേഷം ഇന്ന് ക്രിയേറ്റ് ചെയ്യപ്പെടും. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിലേക്ക് വന്നു കഴിയുമ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ട്സിൽ ഒരു ബെയറിഷ് കാൻഡിൽസ്റ്റിക് പാറ്റേൺ ആണ് കാണുവാനായിട്ട് സാധിക്കുന്നത്. മന്ത്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 56,000 എന്ന സ്ട്രൈക്കില് കോൾ സൈഡിലേക്കും പുട്ട് സൈഡിലേക്കും ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. 55,700 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് കാണുന്നത്. 54,400 എന്ന സ്ട്രൈക്കിൽ ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗും. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകളിലേക്ക് കടക്കാം. ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. ഇൻഷുറൻസ് ഗവൺമെന്റ് പ്ലാൻ ചെയ്യുന്നുണ്ട്, അതായത് വാഹനങ്ങളുടെ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് തേർഡ് പാർട്ടി ഇൻഷുറൻസിന് 10% പ്രീമിയം വർദ്ധിപ്പിക്കുവാൻ L&T കമ്പനി 500 കോടി രൂപ ഫണ്ട് റേസ് ചെയ്യുന്നുണ്ട്. കടപ്പത്രം വഴിയായിരിക്കും ഫണ്ട് റേസ് ചെയ്യുന്നത്. സായി ലൈഫ് സയൻസ് ഗ്ലോബൽ അസറ്റ് മാനേജർ TPG കമ്പനിയിൽ ഉണ്ടായിരുന്ന 6% സ്റ്റേക്ക്, അതായത് 885 കോടി രൂപ മൂല്യമുള്ള സ്റ്റോക്കുകൾ ബ്ലോക്ക് ഡീൽ വഴി വിറ്റഴിക്കുന്നു എന്നൊരു വാർത്ത. എത്തോസ് ബ്ലോക്ക് ഡീൽ വഴി ഗോൾഡ്മാൻ സ്നാച്ചസ് 1.77 ലക്ഷം ഷെയർസ് 48 കോടി രൂപ മൂല്യം വരുന്നത് വിറ്റഴിക്കുന്നു എന്നൊരു വാർത്ത. SBI ബാങ്കിന്റെ കീ ഡിപ്പാർട്ട്മെന്റ്സ് ഒക്കെ കൊൽക്കത്തയിൽ നിന്നും മുംബൈയിലേക്ക് ഷിഫ്റ്റ് ചെയ്തതായിട്ടുള്ള വാർത്ത. നെസ്ലെ ഇന്ത്യ കമ്പനിയുടെ ബോർഡ് മീറ്റിംഗ് ജൂൺ 26-ന് തീരുമാനിച്ചിട്ടുണ്ട്. ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നതുമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുവാൻ വേണ്ടിയിട്ട്. കെയ്ൻസ് ടെക് കമ്പനി 1,600 കോടി രൂപ മൂല്യം വരുന്ന ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെന്റ് ഒരുങ്ങുന്നു എന്ന വാർത്ത വരുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ലൈക്ക് ചെയ്യുവാനും ഈ ചാനൽ നിങ്ങളുടെ ട്രേഡിംഗ് സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു. ഏവർക്കും നല്ല ഒരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.